നമ്മുടെ മനസ്സ് ഒരു വിചിത്രമായ യന്ത്രമാണ്. ഒരു വസ്തു നമുക്ക് ഇത് കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആഗ്രഹത്തിന്റെ തീവ്രതയെ ഇരട്ടിപ്പിക്കുന്നു. ഇതിനെ മനഃശാസ്ത്രത്തിൽ നിഷേധത്തിന്റെ ആകർഷണം, ദ ഫോർബിഡൻ ഫ്രൂട്ട് എഫക്റ്റ് എന്ന് വിളിക്കുന്നു. ഒരു വാതിലടയ്ക്കുമ്പോൾ അതിനപ്പുറം എന്താണ് ഉള്ളതെന്ന് അറിയാനുള്ള കൗതുകം നമ്മെ മുന്നോട്ട് തള്ളുന്നു, അവിടെ അപകടമുണ്ടെന്ന് അറിഞ്ഞാൽ പോലും. ഉദാഹരണത്തിന്, ഒരു കുട്ടിയോട് ഈ കുപ്പി തുറക്കരുത് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? അതിനുള്ളിൽ എന്താണ്? ഈ കൗതുകം മനുഷ്യന്റെ സ്വഭാവത്തിൻ്റെ ഒരു ജൈവിക ഭാഗമാണ്. നമ്മുടെ പരിണാമപരമായ ചരിത്രത്തിൽ കൗതുകമാണ് മനുഷ്യനെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും പുരോഗതിയിലേക്കും നയിച്ചത്. പക്ഷേ ഈ കൗതുകം തന്നെയാണ് നിരോധനത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. നമസ്കാരം, എല്ലാവർക്കും മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം. നിരോധനത്തിൻ്റെ ഏറ്റവും പഴയ ഉദാഹരണങ്ങളിലൊന്ന് ബൈബിളിലെ ആദത്തിൻ്റെയും ഹവയുടെയും കഥയാണ്. ദൈവം അവരോട് പറഞ്ഞു, നന്മയും തിന്മയും അറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. എന്താണ് സംഭവിച്ചത്? സാത്താൻ വന്നു ആ ഫലത്തെക്കുറിച്ച് ഒരു കഥ പറഞ്ഞു. അതാണ് ഏറ്റവും രുചികരമായത്. അത് കഴിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ അറിവ് ലഭിക്കും. ആദവും ഹവയും ആ ഫലം കഴിച്ചു. അവിടെ നിരോധനം എന്താണ് ചെയ്തത്? അത് ആ ഫലത്തെ കൂടുതൽ ആകർഷകമാക്കി. ഒരുപക്ഷെ ദൈവം ആ ഫലത്തെ നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ അത് മറ്റെല്ലാ പഴങ്ങളെപ്പോലെ ഒരു സാധാരണ ഫലമായി അവർ കണ്ടേനെ. അവർ അത് രുചിച്ച് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു പോയേനെ. പക്ഷെ നിനക്ക് ഇത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഫലം അവർക്ക് ഒരു നിഷിദ്ധ ഫലമായി മാറി. കൂടുതൽ ആകർഷണമുണ്ടായി. മനഃശാസ്ത്ര ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് നിരോധനം ആഗ്രഹത്തെ വർദ്ധിപ്പിക്കുന്നുവെന്നാണ്. 1980കളിൽ നടത്തിയ ഒരു പഠനത്തിൽ കുട്ടികളെ ഒരു മുറിയിൽ കളിപ്പാട്ടങ്ങളുമായി ഇരുത്തി. അവർക്ക് ഒരു പ്രത്യേക കളിപ്പാട്ടം എടുക്കരുത് എന്ന് പറഞ്ഞു. ഫലം എന്തായിരുന്നു? ആ കളിപ്പാട്ടത്തിനോട് കുട്ടികൾ കൂടുതൽ ആകർഷണം പ്രകടിപ്പിച്ചു. അവർ അത് എടുക്കാൻ ശ്രമിച്ചു, അത് തൊടാൻ ശ്രമിച്ചു. ഇത് എന്താണെന്നറിയാൻ കൗതുകം കാണിച്ചു. നമ്മുടെ മനസ്സിൻ്റെ ഈ സ്വഭാവം നിരോധനം എന്തുകൊണ്ട് പലപ്പോഴും പരാജയപ്പെടുന്നു എന്നതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ വിശദീകരണമാണ്. ലഹരിയോടുള്ള മനുഷ്യന്റെ ബന്ധം ചരിത്രാതീത കാലം മുതൽ തുടങ്ങുന്നു. പഴുത്ത പഴങ്ങൾ ഫെർമെന്റ് ചെയ്ത് ലഹരി ഉണ്ടാക്കുന്നത് മനുഷ്യൻ കണ്ടെത്തിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ചില ജീവജാലങ്ങൾ പോലും, ഉദാഹരണത്തിന് ആനകളും കുരങ്ങന്മാരും, പഴുത്ത പഴങ്ങൾ ഭക്ഷിച്ച് ലഹരി ആസ്വദിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. പുല്ലിൻ്റെ ഗന്ധം, ചില സസ്യങ്ങളുടെ രസം, ചില മരങ്ങളുടെ ഇലകൾ, ഇവയെല്ലാം മനുഷ്യന്റെ മനസ്സിന് ശാന്തിയോ ഉന്മേഷമോ നൽകുന്നു. ഇത് നമ്മുടെ ജൈവസ്മരണയിൽ പതിഞ്ഞിരിക്കുന്ന ഒരു സ്വാഭാവിക പ്രവണതയാണ്. അതിനാൽ ലഹരിയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ പ്രകൃതിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വരാം. കേരളം 1990കളിൽ AK ആന്റണിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ചാരായം നിരോധിച്ചു. ഈ നീക്കം ജനാരോഗ്യത്തിനായുള്ള ഒരു ധീരമായ തീരുമാനമായി കണക്കാക്കപ്പെട്ടു. എല്ലാവരും പ്രതീക്ഷിച്ചു ഇനി മദ്യപാനം കുറയും, സമൂഹം സുരക്ഷിതമാവും. പക്ഷെ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ചാരായം നിർമ്മിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി. നിയമാനുസൃത മാർഗങ്ങൾ അടഞ്ഞപ്പോൾ അനധികൃത മാർഗങ്ങൾ പൊങ്ങിവന്നു. ചാരായ വ്യാപാരം മാഫിയയുടെ കൈകളിലെത്തി. പോലീസിന്റെ ഒത്താശയോടെ അനധികൃത ചാരായം വിതരണം ചെയ്യപ്പെട്ടു. ഗുണനിലവാരമില്ലാത്ത കള്ളച്ചാരായം വിപണിയിലെത്തി. ഇത് നിരവധി മനുഷ്യർക്ക് വിഷബാധയും മരണവും വരുത്തിവെച്ചു. സർക്കാരിന് മദ്യവിൽപ്പനയിൽ നിന്നുള്ള വരുമാനം നഷ്ടപ്പെട്ടു. പിന്നീട് മദ്യത്തിന്റെ വിലയും നികുതിയും വർദ്ധിപ്പിച്ച് ഈ നഷ്ടം വീണ്ടെടുക്കേണ്ടി വന്നു. ഈ ചരിത്രം തെളിയിക്കുന്നത് നിരോധനം നിയമം പാലിക്കുന്നവരെ മാത്രമേ ബാധിക്കൂ എന്നാണ്. നിയമം ലംഘിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക്, മാഫിയകൾക്കും ഗുണ്ടകൾക്കും ഇത് ഒരു സുവർണ അവസരമാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ നിരോധന പരാജയമാണ് അമേരിക്കയിലെ പ്രൊഹിബിഷൻ. 1920 അമേരിക്കയിൽ മദ്യം നിരോധിച്ചു. ലക്ഷ്യം ഉദാത്തമായിരുന്നു: മദ്യപാനം മൂലമുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക. പക്ഷേ ഫലം എന്തായിരുന്നു? രഹസ്യ പബ്ബുകൾ, സ്പീക്കീസികൾ എന്ന പേര് നേടിയവ എല്ലായിടത്തും പൊന്തിവന്നു. അൽ കാപ്പാൻ പോലുള്ള മാഫിയ നേതാക്കൾ മദ്യവ്യാപാരത്തിലൂടെ കോടീശ്വരന്മാരായി. ഗുണനിലവാരമില്ലാത്ത കള്ളമദ്യം ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായി. 1933 13 വർഷത്തിനു ശേഷം സർക്കാർ നിരോധനം പിൻവലിക്കേണ്ടി വന്നു. ഈ പരാജയം ലോകത്തിന് ഒരു പാഠമായി. നിരോധനം എല്ലായ്പ്പോഴും പരിഹാരമല്ല എന്ന പാഠം. നിരോധനം ഒരു വസ്തുവിനെ നിഷിദ്ധമാക്കുമ്പോൾ നിയമം മാനിക്കുന്നവർ അതിൽ നിന്ന് അകന്നു നിൽക്കും. പക്ഷേ ഗുണ്ടകളും മാഫിയകളും ഇതിനൊരു വിപണിയായി കാണുന്നു. അവർ ആ വസ്തുവിനെ, അത് മദ്യമോ ലഹരിയോ സംഗീതമോ ആകട്ടെ, സമൂഹത്തിന് ലഭ്യമാക്കുന്നു. അവർക്ക് ലാഭവും സമൂഹത്തിന് അപകടവും സമ്മാനിക്കുന്നു. നിരോധനം മൂലം ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നു. കേരളത്തിലെ ചാരായ നിരോധനവും അമേരിക്കയിലെ പ്രൊഹിബിഷനും ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. വിഷമുള്ള കള്ളച്ചാരായം, അനധികൃത ലഹരി മരുന്നുകൾ, ഇവയെല്ലാം സമൂഹത്തിന് കൂടുതൽ അപകടം വരുത്തുന്നു. നിരോധനം സർക്കാരിന്റെ വരുമാനത്തെ ബാധിക്കുന്നു. മദ്യം, സിഗരറ്റ്, കഞ്ചാവ് തുടങ്ങിയവയിൽ നിന്നുള്ള നികുതി വരുമാനം സർക്കാരുകൾക്ക് വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ്. നിരോധനം ഈ വരുമാനം ഇല്ലാതാക്കുന്നു. എന്നാൽ അനധികൃത വിപണി ഇതേ ഉൽപ്പന്നങ്ങൾ തന്നെ വിൽക്കുന്നു. പക്ഷേ സർക്കാരിന് ഒരു പൈസ പോലും ലഭിക്കുന്നുമില്ല.
നമുക്ക് വളരെ ലളിതമായ ഒരു ഉപമ എടുക്കാം. ഒരു ക്ലാസ് മുറിയിൽ അധ്യാപകൻ കുട്ടികളോട് പറയുന്നു, തീയിൽ തുടരുത്, പൊള്ളും. കൂടുതൽ അടുത്തായാൽ വെന്തുരുകും, പിന്നെയും അടുത്തായാൽ കരിഞ്ഞു പോകും. അവർ ഒരു ചെറിയ വിറക് കത്തിച്ച് കാട്ടുന്നു. പൊള്ളലിന്റെ വേദന അറിഞ്ഞവർ സ്വയം അകലം പാലിക്കും. ഇതാണ് ബോധവൽക്കരണത്തിന്റെ ശക്തി. നിരോധനം കൊണ്ടല്ല, അറിവിലൂടെ മനുഷ്യന്റെ പെരുമാറ്റം മാറ്റാൻ കഴിയും. സിഗരറ്റും ബീഡിയും മദ്യത്തേക്കാൾ അപകടകരമാണ്. പക്ഷേ ഇവയെ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല. പകരം സർക്കാർ എന്താണ് ചെയ്തത്? സിഗരറ്റ് പാക്കറ്റുകളിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് നൽകി. TV, റേഡിയോ, പരസ്യങ്ങൾ എന്നിവയിലൂടെ പുകവലിയുടെ ദൂഷ്യവശങ്ങൾ പ്രചരിപ്പിച്ചു. സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ. ഫലമെന്തായിരുന്നു? പുകവലി ഗണ്യമായി കുറഞ്ഞു. സമൂഹം അപകടം തിരിച്ചറിഞ്ഞ് സ്വയം പിന്തിരിഞ്ഞു. നിരോധനത്തിന് പകരം നിയന്ത്രിത ലഭ്യതയാണ് ഒരു മികച്ച പരിഹാരം. ഉദാഹരണത്തിന്, കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ നിയന്ത്രിതമായി ലഭ്യമാക്കിയാൽ MDMA, LSD പോലുള്ള അത്യപകടകരമായ ലഹരിയിലേക്ക് ആളുകൾ തിരിയാനുള്ള സാധ്യത പോലും കുറയും. നെതർലൻഡ് പോലുള്ള രാജ്യങ്ങൾ കഞ്ചാവിന്റെ നിയന്ത്രിതമായ വിൽപ്പന അനുവദിക്കുന്നു. ഫലമായി ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങൾ കുറഞ്ഞു. മാഫിയയുടെ പിടി ദുർബലമായി. നിരോധനം ഒരു നിയമമാകുമ്പോൾ നിയമം പാലിക്കുന്നവർ മാത്രം പിന്തിരിയും. നിയമം ലംഘിക്കാൻ തയ്യാറുള്ളവർ, മാഫിയകളും ഗുണ്ടകളും അവസരം മുതലാക്കും. ഇത് സമൂഹത്തിന് കൂടുതൽ അപകടം വരുത്തും. നിരോധനത്തിന് പകരം ബോധവൽക്കരണവും നിയന്ത്രിത ലഭ്യതയുമാണ് സുരക്ഷിതമായ സമൂഹത്തിന്റെ പാത. ആളുകളെ അറിവിലൂടെ ശാക്തീകരിക്കുക, അപകടങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കുക, അപകടമില്ലാത്ത ലഹരി വസ്തുക്കൾ നിയന്ത്രിതമായി ലഭ്യമാക്കുക. അതുവഴി അനധികൃത വിപണി ദുർബലമാവും. ഒരു വസ്തുവിനെ ഒളിപ്പിച്ച് അടക്കി വെച്ച് മനുഷ്യന്റെ കൗതുകം ഇല്ലാതാക്കാനാകില്ല. അറിവ്, വിദ്യാഭ്യാസം, നിയന്ത്രിത ലഭ്യത ഇവയാണ് സുരക്ഷിതമായ സമൂഹത്തിൻ്റെ താക്കോൽ. ഇല്ലെങ്കിൽ നിരോധനത്തിൻ്റെ പേര് പറഞ്ഞ് നാം തന്നെ മാഫിയകൾക്ക് വഴിയൊരുക്കും. നിരോധനം ഒരു ലളിതമായ പരിഹാരമായി തോന്നാം, പക്ഷേ അത് പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിൻ്റെ കൗതുകവും ചരിത്രത്തിൻ്റെ പാഠങ്ങളും നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു: നിരോധനമല്ല, ബോധവത്കരണവും നിയന്ത്രണവുമാണ് സുരക്ഷിതമായ സമൂഹത്തിൻ്റെ വഴി. നമുക്ക് ഒരു തുറന്ന മനസ്സോടെ, ശാസ്ത്രീയമായ വിവരങ്ങളോടെ ഈ വിഷയത്തെ സമീപിക്കാം. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു സുരക്ഷിതവും സന്തുലിതവുമായ സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.